ഇന്ന് അല്പസമയം ചിന്തിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ കർത്താവിൻ്റെ ഉയർപ്പിനോട് ചേർന്ന് തന്നെയുള്ള ചില ഭാഗങ്ങളാണ്. 1 കൊരിന്ത്യർ 15 അധ്യായം പ്രാരംഭമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിലെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെയാണ്: എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വൃഥാവല്ലെന്ന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്ന വിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അതിനുശേഷം കർത്താവ് ആർക്കൊക്കെ പ്രത്യക്ഷമായി എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. സുവിശേഷം ഈസ് ഗോസ്പൽ സെൻട്രിക്. ഈ സുവിശേഷം ക്രൈസ്റ്റ് സെൻട്രിക്കാണ്. ദാറ്റ് ടു വേസ് റിസറക്റ്റഡ് ക്രൈസ്റ്റ്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ ആസ്പദമാക്കിയാണ് ഈ സുവിശേഷം. കർത്താവ് ശിഷ്യന്മാരെ വിളിച്ചു കർത്താവിൻ്റെ കൂടെ നടക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് കർത്താവ് ഇങ്ങനെ കൂടെ കൊണ്ടു നടന്നു, പഠിപ്പിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ കർത്താവ് തൻ്റെ മിഷൻ എന്താണെന്ന് ശിഷ്യന്മാരോട് തുറന്നു പറയാൻ തുടങ്ങി. മത്തായി എഴുതിയ സുവിശേഷം 16 അധ്യായത്തിൽ അതിൻ്റെ 21 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു: അന്നു മുതൽ യേശു താൻ യെരുശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. അവിടെയാ തുടങ്ങുന്നേ. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എൻ്റെ കൂടെ നടക്കുക, ഈ അത്ഭുതങ്ങൾ കാണുന്നുണ്ട്, അതിശയങ്ങൾ കാണുന്നുണ്ട്, പക്ഷെ എൻ്റെ മുമ്പിൽ ഒരു വലിയൊരു പദ്ധതിയുണ്ട്. ഒരു കൊല്ലപ്പെടാൻ പോവുകയാണ്. പക്ഷേ അവിടം കൊണ്ട് ഇത് അവസാനിക്കത്തില്ല. അത് കഴിഞ്ഞൊരു ഉയർപ്പുണ്ട്. ഇത്രയും അവരോട് പറയാൻ തുടങ്ങി. അതുപോലെ അതുതന്നെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ 9 അധ്യായത്തിലും മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 8 അധ്യായത്തിലും പറഞ്ഞു തുടങ്ങി എന്ന് നാം കാണുന്നു. പക്ഷേ ശിഷ്യന്മാർക്ക് ഇതൊന്നും ആ സമയത്ത് മനസ്സിലായില്ല. മത്തായി എഴുതിയ സുവിശേഷം 17 അധ്യായത്തിൽ നമ്മൾ വരുമ്പോൾ 22, 23 വാക്യങ്ങൾ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: അവർ ഗലീലയിൽ സഞ്ചരിക്കുമ്പോൾ യേശു അവരോട്, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാറായിരിക്കുന്നു, അവർ അവനെ കൊല്ലുകയും 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അവരോ ഏറ്റവും ദുഃഖിച്ചു. ശിഷ്യന്മാർ അവിടെയാണ് ആദ്യം പറഞ്ഞു തുടങ്ങി. പക്ഷെ ഇവിടെ നാം കാണുന്നത്, ഇത് പറഞ്ഞപ്പോൾ അവരുടെ റെസ്പോൺസ് എന്തായിരുന്നു? മരിക്കും, കൊല്ലപ്പെടും, ഉയർത്തെഴുന്നേൽക്കും എന്ന് പറയുമ്പോഴും അവര് ദുഃഖിക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വന്നാൽ 18 അധ്യായത്തിൽ 31 തുടങ്ങിയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുമ്പോൾ, അനന്തരം അവൻ 12 കൂട്ടിക്കൊണ്ട് അവരോട്, ഇതാ നാം യെരുശലേമിലേക്ക് പോകുന്നു. മനുഷ്യപുത്രനെ കുറിച്ച് പ്രവാചകന്മാർ എഴുതിയിരിക്കുന്നതെല്ലാം നിവൃത്തിയാകും. അവനെ ജാതികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും അവർ അവനെ പരിഹസിച്ച് അപമാനിച്ച് തുപ്പി തല്ലിയിട്ട് കൊല്ലുകയും 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അവരോ ഇതൊന്നും ഗ്രഹിച്ചില്ല. ഈ വാക്ക് അവർക്ക് മറവായിരുന്നു. പറഞ്ഞത് അവർ തിരിച്ചറിഞ്ഞതുമില്ല. They could not even comprehend what was being said. അവർക്ക് ഇതൊന്നും തിരിച്ചറിയാൻ പോലും കഴിയാത്ത ഈ ശിഷ്യന്മാർ, കൂടെ നടക്കുന്ന ശിഷ്യന്മാരുടെ കാര്യമാണ് പറയുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായത്തിലേക്ക് വരുമ്പോൾ, കർത്താവ് മരിച്ചു ഉയർത്തെഴുന്നേറ്റ ശേഷമാണ് ഇവർ ഓർക്കാൻ തുടങ്ങി കർത്താവ് ഇങ്ങനെ പഠിപ്പിച്ചിരുന്നു എന്ന്. 24-ന്റെ 6, 7, 8 വാക്യങ്ങൾ: അവൻ ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മുമ്പേ ഗലീലയിലിരിക്കുമ്പോൾ തന്നെ അവൻ നിങ്ങളോട് മനുഷ്യപുത്രനെ പാപികളായ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിച്ച് ക്രൂശിക്കുകയും അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണമെന്ന് പറഞ്ഞത് ഓർത്തുകൊള്ളുവീൻ എന്ന് പറഞ്ഞു. ഇതിനാ പറഞ്ഞത്. അവർ അവൻ്റെ വാക്ക് ഓർത്തു. 8-ാമത്തെ വാക്യത്തിൽ അവിടെയാണ് ഇങ്ങനൊക്കെ കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് അവര് ഓർക്കാൻ തുടങ്ങുന്നത്. ഇത് കഴിഞ്ഞിട്ടും നമുക്കറിയാം, ഇവര് ഭയപ്പെട്ട്
വളരെ പ്രയാസത്തിലായിരിക്കുന്ന ഒരു കൂട്ടമായിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നാം കാണുന്നത് 20-ാമത്തെ അധ്യായത്തിലേക്ക് വരികയാണെങ്കിൽ അതിൻ്റെ 19 വാക്യം നമ്മളിങ്ങനെയാണ് കാണുന്നത്. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളായ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ യേശു വന്നു നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ, ഇതിനു മുമ്പേ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് അവരോട് ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞു. എന്നിട്ടും അവർ പേടിച്ച് വാതിൽ അടച്ചിരിക്കുന്നു. 26-ാമത്തെ വാക്യം നമ്മൾ കഴിഞ്ഞിട്ട് 8 ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്തു കൂടിയിരിക്കുമ്പോൾ തോമാസും ഉണ്ടായിരുന്നു. വാതിൽ അടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട്. അപ്പം വാതിൽ അടച്ചിരിക്കുക. ഇവര് അപ്പോഴും ഇവരുടെ ഭയം വിട്ടുമാറിയിട്ടില്ല. യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ആ ഒരു ഇത് അവർ കണ്ടിട്ടും അവർ കേട്ടിട്ടും അവരിപ്പോഴും അവർ ഭയന്നിരിക്കുന്നവരായിട്ടുള്ള ഒരു കൂട്ടമായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാമത്തെ അധ്യായത്തിൽ 2-3 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയേക്കുന്നത്: അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേക ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. കർത്താവ് 40 ദിവസം അവരുടെ കൂടെ പോയി പല പ്രാവശ്യം അവർക്ക് പ്രത്യക്ഷനായി താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അവർക്ക് പല ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്ത് താൻ ജീവിച്ചിരിക്കുന്ന ഒരു ദൈവമാണ് എന്നുള്ളത് അവർക്ക് വീണ്ടും വീണ്ടും ബോധ്യപ്പെടുത്തി കൊടുത്തു. ആ ഭയപ്പെട്ടിരുന്ന ആ ശിഷ്യരുടെ കൂട്ടം ഇതിന് ശേഷം പരിശുദ്ധാത്മാവിനെയും കൂടെ പ്രാപിച്ചു കഴിഞ്ഞിട്ടാണ് അവരുടെ ജീവിതം മാറിയത്. അത് നാം കാണുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 1-ാമത്തെ അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ഞങ്ങളോടുകൂടെ നടന്ന പുരുഷന്മാരിൽ ഒരുത്തൻ ഞങ്ങളോടുകൂടെ അവൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷിയായി തീരണം. ശിഷ്യന്മാരിപ്പോൾ പറയുക, ഞങ്ങളിപ്പോൾ 12 പേരുണ്ടായിരുന്നു ഒറിജിനലി, ഇപ്പം 11 പേരേ ഉള്ളൂ. ഒരാളെയും കൂടെ ഈ 12-ാമത്തെ ഒരു സ്ഥാനം വേക്കൻ്റായിട്ട് കിടക്കുന്നിടത്ത് എടുക്കണം. പക്ഷേ അദ്ദേഹം ആരായിരിക്കണം? ഈ പുനരുത്ഥാനത്തിൻ്റെ ഒരു സാക്ഷിയാകാനായിട്ടാണ് എനിക്ക് ഒരാളെയും കൂടെ വേണ്ടത്. അവിടെയാണ് ഇവരുടെ ജീവിതവും അവരുടെ വ്യൂ, ഓവറോൾ അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ മാറാൻ തുടങ്ങുന്നതായിട്ട് നമ്മൾ കാണുന്നു. ദേ വാണ്ട് എ വിറ്റ്നസ് ഫോർ ദ റിസറക്ഷൻ. പുനരുത്ഥാനത്തിന് അവർക്കൊരു സാക്ഷിയായിട്ട് ഒരാളെ വേണം. മത്തിയാസിന് ചീട്ട് വീണു. 4-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വരുമ്പോൾ 33-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. ഇത് കഴിഞ്ഞ് അവരുടെ 4-ാമത്തെ അധ്യായത്തിൽ വരുമ്പോഴത്തേക്ക് അവർ മഹാശക്തിയോടെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. അവരുടെ ജീവിതവും അവരുടെ ശുശ്രൂഷയും അവരുടെ പ്രസംഗവും എല്ലാം തന്നെ മാറി മറഞ്ഞു. ഒരു കർത്താവ് ജീവിച്ചിരിക്കുന്നുവെന്ന് ഉള്ളത്, ആ പുനരുത്ഥാനം ചെയ്ത ക്രിസ്തുവാണ് തങ്ങളുടെ ആ ദൈവം, അല്ലെങ്കിൽ യേശു പുനരുത്ഥാനം ചെയ്തു കഴിഞ്ഞു എന്നുള്ളൊരു ബോധ്യം അവർക്ക് കിട്ടിയപ്പോഴത്തേക്ക് അവരുടെ ജീവിതം മാറി. അതുവരെ ഒരു മുറിയിൽ അടച്ചിരുന്ന ശിഷ്യന്മാര് മഹാശക്തിയോടെ ആ പുനരുത്ഥാനത്തിന് സാക്ഷിയായിട്ട് തീർന്നു. നമ്മൾ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞവരാണ്. നാം വിശ്വസിക്കുന്നതും ജീവിക്കുന്ന യേശു കർത്താവിലാണ്. നമ്മുടെ അവസ്ഥ ഇന്ന് എന്താണ്? അതാണ് ഞാൻ എൻ്റെ ഇന്നത്തെ നമ്മളോട് ചോദ്യം. നമ്മളോട് തന്നെ നാം ചോദിക്കേണ്ടത്, ഈ യേശു കർത്താവ് ജീവിക്കുന്ന ദൈവമാണെന്ന് ഞാൻ അറിഞ്ഞിരിക്കെ ഞാൻ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? റോമലേഖനത്തിലേക്ക് വരുമ്പോൾ 1-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യം തന്നെ എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷിൽ 4-ാമത്തെ വാക്യം, മലയാളത്തിൽ 5-ാമത്തെ വാക്യം: ജഡം സംബന്ധിച്ച് ദാവീദിൻ്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കിയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാലല്ലോ. ഇനി മുമ്പോട്ട് ഞാൻ പോകുന്നില്ല. യേശു കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് പ്രൂവ് ചെയ്തത് ഹീ ഈസ് സൺ ഓഫ് ഗോഡ്. യേശു കർത്താവ് നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുഴുവൻ തന്നെ വിളിച്ചിരുന്നത്
മനുഷ്യപുത്രൻ, സൺ ഓഫ് മാൻ. ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ പൗലോസ് ഇവിടെ എഴുതിയിരിക്കുകയാണ്, ശക്തിയോടെ അത് നിർണയിക്കപ്പെട്ടു കഴിഞ്ഞു, അവൻ ദൈവത്തിൻ്റെ പുത്രനാണ്, അവൻ മരണത്തെ ജയിച്ചിരിക്കുന്നു. കർത്താവ് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, ലാസറിനെ ഉയർപ്പിക്കാനായിട്ട് പോയ സമയത്ത് താനൊരു കാര്യം പറഞ്ഞു. 11-ാമത്തെ അധ്യായത്തിൻ്റെ 25-ഉം 26-ഉം വാക്യങ്ങളിൽ യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. ഇത് നീ വിശ്വസിക്കുന്നു എന്നാണ് അവിടെ ചോദിച്ചത്. കർത്താവ് പറഞ്ഞു, ഐ ആം ദ റിസറക്ഷൻ ആൻഡ് ലൈഫ്. ലൂക്കോസിൻ്റെ സുവിശേഷം അവസാനം നമ്മൾ വായിക്കുന്ന ഉടനെ നമുക്ക് കാണാം, കർത്താവിനെ ക്രൂശിച്ചു കഴിഞ്ഞപ്പോൾ ഇടത്തും വലത്തുമായിട്ട് ഓരോ കള്ളന്മാരെയും കൂടെ അവിടെ ക്രൂശിച്ചു. അതിലൊരു കള്ളൻ ആദ്യം കർത്താവിനോട് പറയുന്നത് എന്താണ് പറഞ്ഞത്? നീ ദൈവപുത്രനാണെങ്കിൽ നിന്നെ തന്നെയും ഞങ്ങളെയും ഒന്ന് രക്ഷിക്കും. ഈ ക്രൂശി കിടക്കുന്ന കള്ളൻ അതാ പറഞ്ഞു. അദ്ദേഹം യേശുവിനെ തന്നെത്താൻ രക്ഷിക്കാൻ പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞിട്ട് പറഞ്ഞത്, അത് 23-ാമത്തെ അധ്യായത്തിൻ്റെ 39-ാമത്തെ വാക്യത്തിലാണ്, തൂക്കിയ ദുഷ്പ്രവൃത്തിക്കാരിൽ ഒരുത്തൻ, നീ ക്രിസ്തു അല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കാം. ഈ രക്ഷ അവർക്ക് എന്തുമായിരുന്നു? ഈ കള്ളന് വേണ്ടത് കുരിശിൽ നിന്നൊന്ന് ഇറങ്ങണം, ഇത്രയും മതിയായിരുന്നു. പക്ഷേ മറ്റേ കള്ളൻ എന്തോ പറ്റി? മറ്റവനോ അവനെ ശാസിച്ചു, സമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു. നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്. ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. എന്നെ ഇത് ഭയങ്കരമായിട്ട് ഈ ഭാഗം വായിച്ചപ്പെടുന്ന ടച്ച് ചെയ്തു. മറ്റേ പെരുങ്കള്ളൻ ക്രൂശി കിടന്നുകൊണ്ട് പറഞ്ഞു, ഞങ്ങളെ രക്ഷിക്കുകയെന്ന്. ഈ കള്ളൻ ഇവിടെ പറയുകയാണ്, ബൈബിൾ എഴുതി വച്ചേക്കുന്നു, കർത്താവെ എന്നെ രക്ഷിക്കണേ എന്ന്. ഇതൊരു വലിയ സത്യമാണ് പറയുന്നത്. രക്ഷയുടെ വിഷയം, ആത്മീകമായ വിഷയം വരുമ്പോൾ ഞങ്ങളെന്നുള്ളൊരു വിഷയമില്ല, അത് ഞാൻ എന്നുള്ളൊരു വിഷയം മാത്രമേ ഉള്ളൂ. വേറെ ആരും നമ്മുടെ ആത്മീക ജീവിതം നിയന്ത്രിക്കാൻ നാം അനുവദിച്ചു കൊടുക്കരുത്. നാം ഓരോരുത്തരുമാണ് കർത്താവിൻ്റെ മുമ്പിൽ പോയി നിൽക്കേണ്ടത്. അവിടെ ഞങ്ങളില്ല. വേറെ ആർക്കും നമ്മൾ പറയാനൊക്കത്തില്ല, അവർ മൂലമാണ് എനിക്ക് മുമ്പോട്ട് പോകാൻ ഒക്കാത്തതെന്ന്. നോ. ആത്മീയ ജീവിതം നീയും ദൈവവും തമ്മിലുള്ള, ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള ബന്ധമാണ്. അവിടെ ഈ കള്ളൻ പറഞ്ഞതുപോലെ എന്നെ രക്ഷിക്കണേ. കർത്താവ് അതിനൊന്നും പറഞ്ഞില്ല. കർത്താവ് പറഞ്ഞു, ഇന്ന് നീ എൻ്റെ കൂടെ പറുദീസയിലിരിക്കും. വ്യക്തമായിട്ട് ബൈബിൾ എഴുതി വെച്ചേക്കുക. നമ്മൾ ഓർക്കണം, നമ്മൾ വേറെ ഒന്നിനെയും പഴിചാരിയിട്ട് കാര്യമില്ല. ഉയർത്തെഴുന്നേറ്റ ശക്തിയോടെ ദൈവപുത്രൻ എന്ന് നിർണയിക്കപ്പെട്ട, മരണത്തെ ജയിച്ച, ഒരു അസാധ്യങ്ങളില്ലാത്ത ഒരു ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോകാൻ നമ്മളെ തടയാൻ വേറെ ഒന്നിനെയും നാം അനുവദിക്കാൻ പാടില്ല. നമ്മുടെ കൂടെയുള്ളത് ദൈവം തമ്പുരാനാണ്. നമ്മളോട് പറയുന്നത്, അവൻ അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? നമ്മളത് വിശ്വസിക്കണം. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാകാനാണ് നമ്മളെ വിളിച്ചേക്കുന്നത്. ഭയപ്പെട്ട് പിന്മാറാനല്ല. നമ്മുടെ ജീവിതത്തിൽ ഈ പ്രശ്നമുണ്ട്, ആ പ്രശ്നമുണ്ട് എന്നുള്ളത് നമ്മൾ കാണുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കണം, ജീവിച്ചിരിക്കുന്ന ഒരു ദൈവത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ കർത്താവ് ലാസറിനെ ഉയർപ്പിക്കാൻ പോയപ്പോൾ പറഞ്ഞു, ഞാൻ തന്നെയാണ് പുനരുത്ഥാനവും ജീവനും. കർത്താവ് ഒരു കാര്യം കൂടെ അവിടെ യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ കർത്താവ് നമ്മളോട് പറഞ്ഞു. നമ്മളോട് എന്താ പറഞ്ഞു? 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വളരെ പരിചിതമാണ്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്.
നമ്മുടെ ഹൃദയം കലക്കിക്കളയാനാണ് സകല സാഹചര്യങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ ശത്രു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഇതാണ് നമ്മുടെ വലിയ പ്രത്യാശ. കർത്താവ് മരണത്തെ ജയിച്ച് താൻ പിതാവിൻ്റെ അടുക്കൽ പോയി കഴിഞ്ഞിട്ട് പറഞ്ഞത്, ഞാനങ്ങ് പോയാൽ ഞാൻ നിങ്ങൾ എൻ്റെ അടുക്കലായിരിക്കേണ്ടതിന് നിങ്ങളെ ചേർക്കും. ഈ പ്രത്യാശയിൽ നാം ജീവിക്കാനാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വരുമ്പോൾ അതിൻ്റെ 40-ാമത്തെ വാക്യം പറയുന്നത്, നനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിപ്പീൻ. പ്രശ്നം എപ്പോഴാ കർത്താവ് വരുന്നത് എന്ന് നമുക്കറിയത്തില്ല. ഏത് നിമിഷവും വരും, എപ്പോൾ വേണമെങ്കിലും വരാം. അങ്ങനെയുള്ളത് കൊണ്ട് നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ഒരുങ്ങിയിരിക്കണം. കർത്താവ് പറഞ്ഞു പത്രോസിൻ്റെ ലേഖനത്തിൽ, എന്തുകൊണ്ട് ഇത്രയും വർഷങ്ങൾ, 2000 വർഷങ്ങളാണ്. അന്ന് യെരുശലേമിൽ ആദ്യമുണ്ടായ സഭ തന്നെ കർത്താവ് ഇപ്പം വരുമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം വിറ്റുപിറക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് സന്തോഷത്തോടെ ജീവിച്ച് എല്ലാം അങ്ങനെ അവർ വെയിറ്റ് ചെയ്തു. കേരളത്തിലും അതുപോലൊരു സഭയുണ്ടായിരുന്നു. കർത്താവ് ഇന്ന ദിവസം വരുമെന്നൊരു അവരുടെ ലീഡർ പ്രവചിച്ചിട്ട് അത് നടക്കാഞ്ഞുകൊണ്ടാണ് അന്ന് ആ സഭ മുഴുവൻ തകർന്നു പോയി. പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തമായ പ്രവർത്തനങ്ങളുള്ള ഒരു സഭ കേരളത്തിലുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇതിന് സമയം പോകുന്നു, നമ്മൾ അങ്ങനെ നമ്മൾ നനച്ചിരിക്കാത്ത ഒരു സമയത്ത് കർത്താവ് വരും. നമ്മൾ ഒരുങ്ങിയിരിക്കുന്നുണ്ട്. നമ്മുടെ ഒരുക്കം എന്താ? ഇതാണ് നമ്മുടെ വിഷയം. കർത്താവ് പ്രൂവ് ചെയ്തു, കർത്താവ് പറഞ്ഞു ഞാൻ പുനരുത്ഥാനമാണെന്ന് പറഞ്ഞു, തൻ്റെ ജീവിതത്തിലൂടെ അത് വെളിപ്പെടുത്തി. തൻ്റെ ശുശ്രൂഷയുടെ സമയത്ത് അനേകർക്ക് താൻ മരണത്തിൽ നിന്ന് അവരെ ഉയർപ്പിച്ചിട്ട് താൻ പുനരുത്ഥാനമാണെന്ന് വെളിപ്പെടുത്തി കൊടുത്തു. മരണത്തിൻ്റെ മേൽ തനിക്ക് അധികാരമുണ്ടെന്ന് വെളിപ്പെടുത്തി. തൻ്റെ ജീവിതത്തിൽ താൻ പുനരുത്ഥാനം ചെയ്ത് 40 ദിവസത്തോളം പല ദൃഷ്ടാന്തങ്ങളാൽ അവരെ പൂർണ്ണമായിട്ട് ആ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു. ഞാനിങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എന്തിനാ കർത്താവ് ഒരു സമയത്ത് ശിഷ്യന്മാരോട് ചോദിച്ചു, കഴിക്കാൻ വല്ലതും ഉണ്ടോന്ന്? അവര് ഒരു ഖണ്ഡം മീൻ എടുത്തു കൊടുത്തു. കർത്താവ് അവരുടെ മുമ്പാകെ ആ മീൻ കഴിച്ചിട്ട് താൻ ജീവിക്കുന്നെന്ന് പോലും ഡെമോൺസ്ട്രേറ്റ് ചെയ്തു. അതൊരു വലിയൊരു കർത്താവിൻ്റെ ഒരു രഹസ്യമായിരിക്കും, എന്താണെന്നറിയത്തില്ല. ഈ ഗ്ലോറിഫൈഡ് ബോഡിയിൽ ഒരു മീനിൻ്റെ കഷ്ണം തിന്നാനും സാധിക്കുമെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോഴും ആ ഒരിടത്ത് മാത്രമേ അതിനെക്കുറിച്ച് എഴുതിയിട്ടുള്ളൂ. പക്ഷേ അതുപോലത്തെ ഒരു ശരീരം വാതിലടച്ചിരിക്കെ താൻ അകത്ത് വന്നത്, എമ്മൗസിലെ ശിഷ്യന്മാരോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ താൻ ദൈവമെന്ന് യേശു കർത്താവെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അപ്പോൾ തന്നെ അപ്രത്യക്ഷമായത്. ശിഷ്യന്മാരെ ഒലിവിൻ്റെ മലയിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് അവരോട് അവസാനത്തെ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ട് താൻ മേഘങ്ങളിൽ എടുക്കപ്പെട്ടത് ശാരീരികമായിട്ട് തന്നെ. അവർ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ മേളിലോട്ട് എടുത്തു. ഇങ്ങനത്തെ ഒരു ഗ്ലോറിയസ് ബോഡി, മഹത്വമുള്ളൊരു ശരീരം പ്രാപിച്ച് അവനോടുകൂടി എന്നുമായിരിക്കാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഈ പ്രത്യാശ നമുക്ക് എത്രത്തോളം നമ്മുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, ക്രിസ്തുവിനോടുകൂടെ നിങ്ങൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ഉയരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കണം. നമ്മളിവിടുത്തെ കാര്യങ്ങൾ ചിന്തിച്ച് നമ്മളിവിടെ കുടുങ്ങിക്കിടക്കുക. പ്രശ്നം
അവൻ വരുന്നത് പോലെ, കള്ളൻ വരുന്നത് പോലെ വരും, നനച്ചിരിക്കാത്ത നാഴികയിൽ വരും. ആ സമയത്ത് നമ്മൾ ഒരുങ്ങിയിരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ വിഷയം. 2 പത്രോസ് 3-ാമത്തെ അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ, ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. എന്തുകൊണ്ട് ഇതുവരെ വന്നില്ല? ഇന്നലെ എന്താ വരാമെന്ന് ചോദിച്ചാൽ, ഇന്ന് നമുക്ക് കൂടെ ഒരുങ്ങാനായിട്ടുള്ള ഒരു സമയം കൂടെ കർത്താവിന് തരണമെന്ന് എന്നോടൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ഇത് വായിക്കുമ്പോൾ ഞാനും ഒരുങ്ങുന്നുണ്ടായിരുന്നു. ഈ ഒരു ഒരുക്കത്തിന് വേണ്ടിയാണ് ഒരു ദിവസം കൂടെ കർത്താവ് തന്നത്. ഒരുക്കമില്ലാതിരുന്ന സമയത്ത് ഇന്നലെ കർത്താവ് വന്നിരുന്നെങ്കിൽ കർത്താവിൻ്റെ കൂടെ പോകാൻ പലപ്പോൾ സാധിക്കത്തില്ലായിരുന്നു. ഒരുക്കമുള്ളവർക്ക് വേണ്ടിയാണ് കർത്താവ് വരുന്നത്. അതാണ് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്. ഈ നമുക്കിന്ന് ഒരുക്കമുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാം എന്നുള്ള ചില കാര്യങ്ങൾ മാത്രം വളരെ പെട്ടെന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ ഇവിടെ ഇന്നത്തെ പ്രബോധനം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. എൻ്റെ ആ ഒരു ഭാഗം ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാമത്തെ അധ്യായം ബേസ്ഡാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ചുരുക്കം വാക്യങ്ങളിലൂടെ ഓടിപ്പോകാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ അത് ഓരോരുത്തരും ആ ഭാഗം ധ്യാനിക്കുകയാണെങ്കിൽ കർത്താവ് നിങ്ങളോട് ഓരോരുത്തരോടും സംസാരിക്കും. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെയാണ് തുടങ്ങുന്നത്. അതിനിടെ പുരുഷാരം തമ്മിൽ ചവിട്ടുവാൻ തക്കവണ്ണം 1000-1000 തിങ്ങിക്കൂടിയപ്പോൾ അവൻ ആദ്യം ശിഷ്യന്മാരോട് പറഞ്ഞു തുടങ്ങിയത്. ഉള്ളൊരു കാര്യം ഓർക്കണം, ശിഷ്യന്മാരെന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക കൂട്ടമാണ്. 1000 പുരുഷാരമുള്ളപ്പോഴും കർത്താവിന് സംസാരിക്കേണ്ടത് ശിഷ്യന്മാരോടാണ്. അവർ കേൾക്കണ്ടെന്നൊന്നും കർത്താവ് പറഞ്ഞില്ല, പക്ഷേ ശിഷ്യന്മാരോട് അവൻ പറഞ്ഞു തുടങ്ങി. നമ്മൾ ശിഷ്യന്മാരാകുവാനാണ് വെള്ളത്തിൽ സ്നാനപ്പെടുകയും കൂടി ചെയ്തു. രക്ഷിക്കപ്പെട്ടതിന് ശേഷം വെള്ളത്തിൽ സ്നാനപ്പെട്ട് ശിഷ്യത്വം സ്വീകരിച്ച് നാം ഇവിടെ വന്നിരിക്കുക. പരിശുദ്ധാത്മാവിനെയും പ്രാപിക്കാൻ കർത്താവ് പറഞ്ഞു. പരിശുദ്ധാത്മാവിനെയും പ്രാപിച്ച് നമ്മൾ ഈ ലോകത്തിൽ കർത്താവിൻ്റെ വരവിനു വേണ്ടി നോക്കിപ്പാർത്തുകൊണ്ട് ജീവിക്കുന്ന ഒരു കൂട്ടമാണ് ദൈവസഭ. അപ്പൊ ഇവിടെ കർത്താവിന് പറയാനുള്ളത് ശിഷ്യന്മാരോടാണ്. അതിലാദ്യം പറയുന്നത്, പരീശന്മാരുടെ പുളിച്ച മാവായ കപടഭക്തി സൂക്ഷിച്ചുകൊള്ളുവീൻ. ശിഷ്യന്മാരോട് ആദ്യം പറയാനുണ്ടായിരുന്നത്, കപടഭക്തി നിങ്ങൾ വളരെ സൂക്ഷിച്ചോണം. ഹിപ്പോക്രസി, കപടഭക്തിക്കാരാകാതെ ആത്മാർത്ഥതയുള്ളവരായിരിപ്പീൻ. എന്തോ ഈ കപടഭക്തി എന്ന് പറഞ്ഞാൽ? കർത്താവ് എടുത്തെടുത്ത കപടഭക്തി എന്ന് പറഞ്ഞ് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന ഭാഗം നമ്മൾ കാണുന്നത് മത്തായി എഴുതിയ സുവിശേഷം 23-ാമത്തെ അധ്യായത്തിലാണ്. 23-ന്റെ 27-ഉം 28-ഉം വാക്യങ്ങൾ പറയുന്നത്, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ഹാ കഷ്ടം, വെള്ള തേച്ച കല്ലറകളോട് നിങ്ങൾ ഒത്തിരിക്കുന്നു. അവ പുറമേ അഴകായി ശോഭിക്കുന്നെങ്കിലും അകമേ ചത്തവരുടെ അസ്ഥികളും സകലവിധ അശുദ്ധിയും നിറഞ്ഞിരിക്കുന്നു. അങ്ങനെ തന്നെ പുറമേ നിങ്ങൾ നീതിമാന്മാർ എന്ന് മനുഷ്യർക്ക് തോന്നുന്നു, അകമയോ കപടഭക്തിയും അധർമ്മവും നിറഞ്ഞവരത്രേ. അപ്പൊ കപടഭക്തിയുടെ വിഷയം, വെളിയിൽ ഭക്തി ഉണ്ടെന്ന് നമ്മൾ ഭാവിക്കുമ്പോൾ തന്നെ അകത്തൊരു ശുദ്ധീകരണം നമുക്ക് പ്രാപിക്കാൻ കഴിയാതിരിക്കുന്ന അവസ്ഥയാണ്. നോയിങ് ദ ട്രൂത്ത് ബട്ട് നോട്ട് ഒബേയിങ് ഗോഡ്സ് വേർഡ്. പലരും പറയും, ഞാൻ കർത്താവിനെ അനുഗമിക്കുന്നു, പക്ഷേ കർത്താവിൻ്റെ വചനത്തോടൊരു അനുസരണം നമുക്കില്ല. വേറൊരു ഭാഗം നമ്മൾ ഈ ഹിപ്പോക്രസിയുടെ കാര്യം നമ്മൾ കാണുന്നത് 4 തുടങ്ങിയുള്ള 7 വരെയുള്ള വാക്യങ്ങൾ നമ്മളിവിടെ കാണുമ്പോൾ, അവർ ഘനമുള്ള ചുമടുകളെ കെട്ടി മനുഷ്യരുടെ തോളിൽ വയ്ക്കുന്നു, ഒരു വിരൽ കൊണ്ട് പോലും അവയെ തൊടുവാൻ അവർക്ക് മനസ്സില്ല.
അവർ തങ്ങളുടെ പ്രവൃത്തികളെല്ലാം മനുഷ്യർ കാണേണ്ടതിനത്രേ ചെയ്യുന്നത്, തങ്ങളുടെ മന്ത്രപ്പെട്ട വീതിയാക്കി തൊങ്ങൽ. ഇതൊക്കെ അന്നത്തെ പരീശന്മാരും സദൂക്യരെയും കുറിച്ചൊക്കെ കർത്താവ് പറഞ്ഞതാണ്. ഒരു സെൽഫ് സെർവിങ് ലൈഫ്, സ്വയം തന്നെ സേവിക്കുന്ന അങ്ങനെ മാത്രം. ഇതിനകത്ത് കഴിഞ്ഞ ദിവസം പാസ്റ്റർ പറയുന്നത്, വാട്ട് ഈസ് ദർ ഇൻ ഇറ്റ് ഫോർ മീ. നമ്മളിപ്പോഴൊക്കെ ഓഫീസിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഏതൊരു കാര്യം പറയുമ്പോഴും പറയുന്നത് വാട്ട് ഈസ് ഇൻ ഇറ്റ് ഫോർ മീ. എല്ലാവരും ഇപ്പോഴത്തെ പുതിയ ആൾക്കാരൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. അതിനകത്ത് എനിക്കെന്തോ ഉണ്ട്, എനിക്കെന്തോ കിട്ടും, ഇത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ എനിക്കെന്തോ കിട്ടും. ഒരു ലീഡർഷിപ്പിലേക്ക് വരുന്നത് ആ പൊസിഷനും അത് തരുന്ന ആ ഒരു ചില അനുഭവങ്ങൾക്കും വേണ്ടിയാണോ, അതോ മറ്റുള്ളവരെ സേവിക്കണമെന്നുള്ള ഇറ്റ്സ് എ കപ്പാസിറ്റി ഫോർ സെർവിങ് അതേഴ്സ്. മറ്റുള്ളവരെ സേവിക്കാൻ കിട്ടുന്ന ഒരു വലിയൊരു അവസരമാണെന്നുള്ള ബോധ്യത്തോടു കൂടിയാണോ നമ്മളതിലേക്ക് വരുന്നത്? അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹിപ്പോക്രസി എന്ന് പറഞ്ഞാൽ ചില നിയമങ്ങൾ മാത്രമാക്കി വെക്കുക. വിശ്വാസം, റിജിഡ് റൂൾസ്. കർത്താവിനോട് പരീശന്മാർ ഏറ്റവും കൂടുതൽ അവർ ബുദ്ധിമുട്ടുണ്ടാക്കിയത് എപ്പോഴാണ്? കാരണം പലപ്പോഴും മനുഷ്യരും കർത്താവുമായിട്ട് ഈ സിനഗോഗിൽ പോകുമ്പോൾ, ശബത്തിൻ്റെ ദിവസമാണ് പോകുന്നത്, അവിടെ ചെല്ലുമ്പോഴാണ് ഓരോരുത്തർ സുഖമില്ലാതെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഇത് കാണുമ്പോൾ കർത്താവിന് കരുണ തോന്നും, കർത്താവ് സൗഖ്യമാക്കും. പരീശന്മാർ പറഞ്ഞു, ശബത്തിൽ സൗഖ്യമാക്കിക്കൂടാ? കർത്താവ് ചോദിച്ചു, നിങ്ങളുടെ കാളയോ കഴുതിയോ വല്ലതും കുഴി വീഴുകയാണെങ്കിൽ അപ്പം ചാടി ഇങ്ങി വെളിച്ചെടുക്കത്തില്ലയോ? ഒരു സ്ത്രീ 18 വർഷമായിട്ട് കൂനിയായിട്ടിരിക്കുന്ന ഒരു സ്ത്രീ വന്നപ്പം വിളിച്ചു നിർത്തിയിട്ട് ചോദിച്ചു, ഇവക്ക് കൂനിയായിട്ടിരിക്കുക, ഇവളെ സൗഖ്യമാക്കട്ടോ എന്ന്, നന്മ ചെയ്യുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു. ആരും മിണ്ടിയില്ല. കാരണം ഇപ്പം സൗഖ്യമാക്കുന്ന കാര്യമാണെന്ന് അവർക്കറിയാം. ശിഷ്യന്മാര് വിശന്നിട്ട് വയലിൽ കൂടെ നടന്നപ്പോൾ കുറച്ച് കതിര് പറിച്ച് തിന്നു. പരീശന്മാർ അത് ഇൻ്റർപ്രറ്റ് ചെയ്തു, അവർ കൊയ്ത്ത് നടത്തി ശബത്തിൻ്റെ ദിവസം. ഇങ്ങനെയൊക്കെയുള്ള റൂൾസിലേക്ക് വിശ്വാസം പോയി കഴിയുമ്പോൾ ഒരു കപടഭക്തിയിലേക്ക് നമ്മൾ പോവുക. ദൈവത്തെ ആരാധിക്കുന്ന പകരം മനുഷ്യര് ഉണ്ടാക്കിയ നിയമങ്ങളെ ആരാധിച്ചുകൊണ്ട് ഞങ്ങളിങ്ങനെ വിശ്വസിക്കുന്നത്, ഞങ്ങളുടെ ഇത് പാരമ്പര്യം ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് കർത്താവിൽ നിന്ന് ഈ നിയമത്തിലേക്കുമൊക്കെ കടക്കി പോവുകയാണ്. വേറെ ഒന്ന് പറയുന്നത്, ഒരു ബാഹ്യമായ കൺഫോമിറ്റി, നോട്ട് ഇന്നർ റിയാലിറ്റി. അകത്തുള്ള ഒരു റിയാലിറ്റി അല്ല ഈ വിശ്വാസം എന്ന് പറയുന്നത്, വെറും പുറമെ മാത്രമുള്ളത്. ഡീറ്റെയിൽസ് ഒക്കെ ചിലതൊക്കെയാണ് നമ്മൾ അനുസരിച്ചെന്നിരിക്കും. കാരണം പരീശന്മാരുടെ കാര്യം പറഞ്ഞപ്പോൾ അവരെന്തോത്തിനൊക്കെയാണ് ദശാംശം കൊടുത്തോണ്ടിരുന്നത്? ചീര, ചതക്കുപ്പ, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾക്ക് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അവരിങ്ങനെ ഈ ചീര പറിക്കാനായിട്ട് പോകുമ്പം 1, 2, 3, 4, 5 എന്ന് പറഞ്ഞ് ഇങ്ങനെ എണ്ണി 9ാമത്തെ എണ്ണം പറിച്ചു കഴിഞ്ഞിട്ട് അടുത്തത് പറിച്ചിട്ട് വേറെ ഒരു സഞ്ചിക്കകത്തോട്ടിടും. ചീതയ്ക്കും ചതകുപ്പയ്ക്കും പതാരം കൊടുക്കും, പക്ഷേ ന്യായപ്രമാണത്തിൽ ഘനമായതിനെയൊക്കെ വിട്ടുകളയും. കൊതുകിനെ അരിച്ചെടുക്കും, ഒട്ടകത്തിനെ വിഴുങ്ങും. ഇങ്ങനെയാ കർത്താവ് അവരോട് പറഞ്ഞത്. ഹിപ്പോക്രസി. ലൂക്കോസിന്റെ സുവിശേഷം 6ാമത്തെ അധ്യായത്തിൽ വേറെ ഒരു കാര്യം കർത്താവ് പറയുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 6:42, അല്ല, സ്വന്തം കണ്ണിലെ കോൽ നോക്കാതെ സഹോദരാ നിന്റെ കണ്ണിലെ കരട് എടുത്തു കളയട്ടെ എന്ന് സഹോദരനോട് പറവാൻ നിനക്ക് എങ്ങനെ കഴിയും? കപടഭക്തിക്കാരാ. കർത്താവ് പറയുക, കപടഭക്തിക്കാരാ. അപ്പൊ സഹോദരന്റെ കണ്ണിലെ കരട് കണ്ടോണ്ട് അവനവന്റെ കണ്ണിലെ കോലെടുക്കാതെ ജീവിക്കുന്നത് കപടഭക്തിയാണ്. നമ്മൾക്ക് എപ്പോഴും മറ്റുള്ളവരുടെ കുറവ് കാണാൻ എന്തൊരു എളുപ്പമാണ്. നമുക്ക് നമ്മുടെ കണ്ണൊന്ന് തുറന്ന് കിട്ടേണ്ടത് നമ്മുടെ കുഴപ്പമൊന്ന് കാണാനാ. കാരണം നമ്മൾ അവിടെ പോയി നിൽക്കാൻ പോന്നേ, ആരുമില്ല കൂടെ. അപ്പം എല്ലാത്തിനും അക്കൗണ്ട് കൊടുക്കണം. ദൈവം പറയുന്നത് ഓരോ വാക്കിനും അക്കൗണ്ട് കൊടുക്കണം. അപ്പം നമ്മൾ പറയുന്നത് മറ്റുള്ളവരുടെ കുറ്റങ്ങളാ, കപടഭക്തിക്കാർ. എന്നാൽ ഈ വിശ്വാസികളല്ലാത്ത പലരും നമ്മളങ്ങ്
പൂർണ്ണതയിലൊന്നും എത്തിയിട്ടില്ല. കാരണം കർത്താവ് പറഞ്ഞു, വാക്കി തെറ്റാതിരുന്നാൽ നിങ്ങൾ ശരീരം മുഴുവൻ നിയന്ത്രിക്കാൻ തക്കവണ്ണം എന്തോ കിട്ടി? പക്വത പ്രാപിച്ചു കഴിഞ്ഞു. അപ്പൊ വാക്കി തെറ്റുകയാണെങ്കിൽ ഓർത്തോണം, ശരീരം മുഴുവൻ നിയന്ത്രിക്കാൻ തക്കവണ്ണമുള്ള കപ്പാസിറ്റി ആയി കഴിഞ്ഞാലേ വാക്കി തെറ്റാതിരിക്കത്തുള്ളൂ. അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ ജീവിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അവിശ്വാസികളായിട്ടുള്ള ആൾക്കാർ പറയും, ഇവർ കർത്താവിനെ അറിഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ അത് അവരൊരു എക്സ്ക്യൂസായിട്ട് എടുക്കും. പക്ഷെ നമ്മൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കർത്താവിനോട് പറയണം, കർത്താവേ, എൻ്റെ കുറവുകൾ കർത്താവ് എനിക്ക് കാണിച്ചു തരണം. കർത്താവ് എനിക്ക് കാര്യമുള്ളത് എൻ്റെ കർത്താവുമായിട്ടാണ്. കർത്താവെ, എന്താണ് ഞാൻ ചെയ്യേണ്ടത് ഈ വിഷയത്തിൽ? ഞാൻ എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടത് എന്നുള്ളൊരു ചിന്തയോടെ മുമ്പോട്ട് പോകാനായിട്ടാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ അപ്പം ഇത് ഒരുങ്ങിയിട്ടുണ്ടോ എന്നുള്ള വിഷയങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ഒരുക്കം. ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ, ലൂക്കോസിന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം ഇങ്ങനെയാ പറയുന്നത്: എന്നാൽ എൻ്റെ സ്നേഹിതന്മാരായ നിങ്ങളോട് ഞാൻ പറയുന്നത്, ദേഹത്തെ കൊന്നിട്ട് പിന്നെ അധികമായി ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ ഭയപ്പെടേണ്ട. വി ആർ ലിവിങ് ഇൻ ഫിയർ. ഇപ്പോഴത്തെ ഒരു സമൂഹത്തെ തന്നെ നോക്കിയാൽ ഭയത്തിലാണ് ജീവിക്കുന്നത്. ന്യൂസ് പേപ്പറും ടി വിയിലും കൂടുതൽ സമയം ചെലവഴിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഭയം അവരുടെ ഉള്ളിൽ കയറാതിരിക്കാൻ യാതൊരു സാധ്യതയുമില്ല. ലോക്കലായിട്ടുള്ള ഈ കാണുന്ന അക്രമങ്ങളൊക്കെ കാണാതിരിക്കാൻ ഞാൻ മലയാളത്തിലുള്ള പേപ്പർ വായന പണ്ടേ നിർത്തി. ഭയം കൂടിയിട്ട് ഇറ്റ് ക്യാൻ ബി ഈവൻ എ സ്പിരിറ്റ് ഓഫ് ഫിയർ. ഒരു ഭയത്തിൻ്റെ ആത്മാവ് തന്നെ നമ്മളെ നിയന്ത്രിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരാം. നമ്മളിങ്ങനെ ഓപ്പണിങ് കൊടുത്ത് ഈ കാണുന്നതെല്ലാം നമ്മളെ ഭയപ്പെടുത്തുന്നതാണ്. ഭയത്തിനകത്തൂടെ ആ ഭയത്തിൻ്റെ ആത്മാവ് തന്നെ നമ്മളെ നിയന്ത്രിക്കാനായിട്ട് സാധ്യതയുണ്ട്. 8-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്, മനുഷ്യരുടെ മുമ്പിൽ ആരെങ്കിലും എന്നെ ഏറ്റുപറഞ്ഞാൽ അവനെ മനുഷ്യപുത്രനും ദൈവദൂതന്മാരുടെ മുമ്പാകെ ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ ദൈവദൂതന്മാരുടെ മുമ്പിൽ തള്ളി. ഹൗ ഡു വി വിറ്റ്നസ്? ഹൗ ആർ വി വിറ്റ്നസിങ് ക്രൈസ്റ്റ്? ക്രിസ്തുവിനെ നമ്മൾ എങ്ങനെയാണ് നമ്മളായിരിക്കുന്നിടത്ത് സാക്ഷിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ അതുണ്ടോ? ധൈര്യമായിട്ട് എന്ത് വന്നാലും എന്ന് പറഞ്ഞ് അങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ? മത്തായി എഴുതിയ സുവിശേഷം ഒരു വളരെ സുവിശേഷത്തിൽ കർത്താവ് പഠിപ്പിച്ച ഒരു ഭാഗമുണ്ട്. 10-ാമത്തെ അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യത്തിൽ ഇതേ ഭാഗം മത്തായിൽ എഴുതിയിരിക്കുന്നതാണത്. കാശിന് 2 കുരുകിൽ വിൽക്കുന്നില്ലയോ? അവയിൽ ഒന്നുപോലും നിങ്ങളുടെ പിതാവ് സമ്മതിക്കാതെ നിലത്ത് വീഴുകയില്ല. ഒരു കാശിന് 2 കുരുകിൽ. അതാ മത്തായിൽ ഈ ഭാഗത്ത് ഈ ഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തന്നെയാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. തിരിച്ച് നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വന്നാൽ 12-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം ഇങ്ങനെയാ പറയുന്നത്: 2 കാശിന് 5 കുരുകിലിനെ വിൽക്കുന്നില്ലയോ? അപ്പൊ ഒരു കാശിന് 1 കാശിന് 2 കുരുകില്, 2 കാശിന് 5 കുരുകില് ഓഫർ. ഈ 5-ാമത്തേതിന് വിലയില്ലാതെ കൊടുക്കുന്നതാ. പക്ഷേ കർത്താവ് പറയുന്ന ഈ വിലയില്ലാതെ കൊടുക്കുന്നത് താഴെ വീഴണമെങ്കിൽ ഞാൻ അറിയണം. എന്നിട്ട് നമ്മളോട് പറഞ്ഞു, ഈ കുരുകിനെക്കാട്ടിലും നീ വിശേഷത ഉള്ളവൻ. നമ്മൾ ഈ നമ്മുടെ സമാധാനവും നമ്മുടെ കംഫർട്ടും ഒക്കെ വിട്ട് നമുക്ക് പലതിലേക്കും പോകാനായിട്ട് നമുക്കൊക്കത്തില്ല. നമുക്കിവിടെ എന്തെല്ലാം പ്രവർത്തനങ്ങളുണ്ടെന്നറിയാം. പലപ്പോഴും പ്രവർത്തനങ്ങൾക്ക് ഇന്നിപ്പോൾ ഞങ്ങൾക്ക് ഒരാളിനെ വേണമായിരുന്നു ഞങ്ങളുടെ കൂടെ ഒരു ഔട്ട്റീച്ചിൽ ഒരിടത്ത് പോകാനായിട്ട്. ഈ മാസം ഒരു പ്രാവശ്യം പോയ ഒരാളിനെ തന്നെ പിന്നെയും വിടേണ്ടി വന്നു. എന്നാൽ ഇവിടുത്തെ സർവീസ് മിസ് ചെയ്തിട്ട് അദ്ദേഹം പോകേണ്ടി വന്നു. നമുക്കൊരാളും കൂടെ ഉണ്ടെങ്കിൽ ഒരാഴ്ച മിസ്സാകത്തുള്ളൂ. നമ്മൾ ഇങ്ങനെ എത്രയോ നമ്മൾ ആയിരിക്കുന്ന സ്ഥാനത്ത് തന്നെ ഇത്രയും ആവശ്യങ്ങളുള്ളപ്പോൾ
നമ്മൾ കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ നമ്മളെ തന്നെ കർത്താവിന് കൊടുത്ത് നമുക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ടോ? അവനെ സാക്ഷിക്കാനും അവന് വേണ്ടി റെഡിയായിരിക്കാനും അങ്ങനെ ഒരു ഒരുക്കമുള്ളവരായിട്ട് ജീവിക്കാൻ നമുക്ക് കഴിയുന്നു. പിന്നെ വേറെ ഒരു പ്രധാന വിഷയം 12-ാമത്തെ അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിലാണ്. പിന്നെ അവരോട് സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ചൊഴിഞ്ഞുകൊള്ളുവീൻ. ഒരുത്തിന് സമൃദ്ധി ഉണ്ടായാലും അവൻ്റെ വസ്തുവകയല്ല അവൻ്റെ ജീവൻ ആധാരമായിരിക്കുന്നതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടൊരു ഉപമ പറഞ്ഞു. നമ്മൾ ആത്മീകമായിട്ട് നമ്മൾ സമ്പന്നരാകണമെങ്കിൽ ഭൗതികമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ദൈവവചനപ്രകാരം കൈകാര്യം ചെയ്യാൻ പഠിച്ചില്ലെങ്കിൽ ആത്മീകമായിട്ട് നമുക്ക് അഭിവൃദ്ധി ഉണ്ടാക്കാനൊക്കത്തില്ല. നമ്മളോട് പറഞ്ഞു, മാമോനെയും ദൈവത്തെ നിങ്ങൾക്ക് ഒരുമിച്ച് സേവിക്കാനൊക്കത്തില്ല. മാമോനെ നിയന്ത്രിക്കാൻ നമ്മുടെ ജീവിതത്തിൽ നാം പഠിച്ചില്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള വിഷയങ്ങളിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല. കർത്താവിനോട് റിച്ചായിട്ടിരിക്കണം എന്നുള്ള ആ ഒരു വിഷയമാണ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പിന്നെ ഞാൻ പെട്ടെന്ന് നിർത്തിക്കോളാം. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ 26-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, ആകയാൽ ഏറ്റവും ചെറിയതിനു പോലും നിങ്ങൾ പോരാത്തവരെങ്കിൽ ശേഷമുള്ളതിനെ കുറിച്ച് വിചാരപ്പെടുന്നത് എന്തിന്? അവൻ്റെ രാജ്യം അന്വേഷിപ്പീൻ. 31-ാമത്തെ വാക്യം, അതോടുകൂടെ നിങ്ങൾക്ക് ഇതെല്ലാം കിട്ടും. ഇത് വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു വാക്യം കണ്ടു. ഇതുവരെ ഇത് ഞാൻ വായിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് സ്ട്രൈക്ക് ചെയ്തിട്ടില്ല. 33-ാമത്തെ വാക്യം, നിങ്ങൾക്കുള്ളത് വിറ്റു ഭിക്ഷ കൊടുപ്പീൻ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ആ വാക്യം. കഴിഞ്ഞ ആഴ്ചയാണ് ഭിക്ഷ കൊടുക്കുന്നത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കൊടുക്കുക, അത്രയൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മൾ മനസ്സിലായിട്ടുണ്ട്. പക്ഷേ പറയുന്നത് നിങ്ങൾക്കുള്ളത് വിറ്റ് ഭിക്ഷ കൊടുപ്പീൻ. അപ്പം ഞാൻ പറയുന്നത്, കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഏതളവിൽ നാം ജീവിക്കാനാണ്. കർത്താവ് ഈ പങ്കപ്പാടെല്ലാം സഹിച്ചതും ഈ കർത്താവ് നമ്മളെ ഇതുപോലെ വിളിച്ചിരിക്കുന്നതും നമ്മളൊരു ഹയർ ലെവലിൽ ജീവിക്കാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഏതളവിൽ അങ്ങനെ ഒരു ഒരുക്കത്തിൽ നാം ആയിരിക്കാനാണ് നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. എങ്ങനെ നമുക്ക് ഈ വറി ചെയ്യാതെ ജീവിക്കാനൊക്കും കാര്യങ്ങളിൽ? ഇറ്റ് ഈസ് ഓൺലി കർത്താവിൽ സിമ്പിൾ ട്രസ്റ്റ്. നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ്, കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോഴേ പറഞ്ഞു, സ്വർഗസ്ഥനായ നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. സ്വർഗത്തിലിരിക്കുന്ന ഞങ്ങളുടെ പിതാവ്, അസാധ്യങ്ങളില്ലാത്ത സകലത്തെയും ജയിച്ച സകലത്തിൻ്റെ മുയിൽ വാഴുന്ന ആ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാനാണ് നമ്മളെ വിളിപ്പിച്ചത്, അങ്ങനെയാണ് പഠിപ്പിച്ചത്. പക്ഷെ ആ ഒരു നിലയിൽ കർത്താവിനെ കാണാനും കർത്താവിനെ അനുഭവിക്കാനും കർത്താവിനെ പിൻഗമിക്കാനും കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ ഈ വിഷയങ്ങളിൽ പലപ്പോഴും ഇപ്പം വറി ചെയ്യരുതെന്ന് എന്നോട് പറയാം, സൗര നിങ്ങൾക്ക് വറി ചെയ്യരുതെന്ന് എന്നോട് പറയാം. പക്ഷെ എൻ്റെ വിഷയങ്ങൾക്ക് എന്താണ് പരിഹാരം? എൻ്റെ വിഷയങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങളിങ്ങനെ വെറുതെ ഇങ്ങനെ വറി ചെയ്യരുതെന്ന് മാത്രം എന്നോട് പറഞ്ഞിട്ട് ഞാൻ എങ്ങനെ ആക്കുന്നു? ശരിക്കും പറഞ്ഞാൽ ദൈവവചനത്തിൻ്റെ പല പെർസ്പെക്റ്റീവ്, നമ്മുടെ വിഷയം ദൈവവചനവുമായിട്ട് തട്ടിച്ച് നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ഭാഗം മാത്രം ഞാൻ കണ്ടിട്ട് ഞാനിവിടെ ഇരിക്കാൻ പോവാം. 16-ാമത്തെ ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിൻ്റെ 10 തുടങ്ങിയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, അത്യല്പത്തിൽ വിശ്വസ്തനായവൻ അധികത്തിലും വിശ്വസ്തൻ. ദശാംശം എന്തെങ്കിലും കൊടുക്കേണ്ട കാര്യം പറയുമ്പോൾ പറയുന്നത്, എനിക്കൊന്നും കിട്ടുന്നില്ല സഹോദരാ, പിന്നെ ഞാൻ എങ്ങനെയാണ് കൊടുക്കുന്നത്? നിന്റെ വിശ്വസ്തത അളക്കുന്നത് നിനക്ക് കൂടുതലുണ്ടോ കുറവുണ്ടോ എന്നൊന്നും നോക്കിയിട്ടല്ല. നീ അത്യല്പത്തിൽ വിശ്വസ്തനാണെങ്കിലേ നീ അധികത്തിൽ വിശ്വസ്തനാകാൻ ഒക്കത്തുള്ളൂ. ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നത്. ഇതാ സത്യം. അത്യല്പത്തിൽ നീതി കെട്ടവൻ അധികത്തിലും നീതി കെട്ടവൻ. നിങ്ങൾ അനീതിയുള്ള മാമോനിൽ വിശ്വസ്തരായില്ല എങ്കിൽ സത്യമായത് നിങ്ങളെ ആർ ഭരമേൽപ്പിക്കും? നമ്മൾ കഴിഞ്ഞ ദിവസം പാസ്റ്റർ പറഞ്ഞ പ്രസംഗമൊക്കെ നമ്മൾ കേട്ടു.
മാമോൻ്റെ വിഷയത്തിൽ വിശ്വസ്തത സൂക്ഷിച്ചില്ലെങ്കിൽ ആത്മീകമായിട്ട് മുന്നേറാൻ കഴിയത്തില്ല. മാമോനെ നമുക്ക് ജയിക്കാൻ കഴിയത്തില്ല. അന്യമായതിൽ വിശ്വസ്തരായില്ല എങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായത് ആറ് തരും. പലരും പറയും ഞങ്ങൾക്ക് വീടില്ല. ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ വീടിനെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നുള്ളത്, നമ്മൾ ഇന്നൊരു വീട് ദൈവം നമുക്ക് തരണോ ഇല്ലയോ എന്നുള്ള തീരുമാനത്തിന് അതിനെ ബാധിക്കുന്ന വിഷയമാണ്. ഇങ്ങനെയാണ് ദൈവവചനം ഇതൊക്കെ എഴുതി വച്ചേക്കുന്നത്. അപ്പം നമ്മുടെ സിറ്റുവേഷൻ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ എന്ത് വേണം? ഒന്ന്, നമ്മൾ കർത്താവിനോട് ചോദിക്കുക, കർത്താവേ, വചനം എവിടെയൊക്കെ ഞാൻ തെറ്റിച്ചു അതെന്നോട് ക്ഷമിക്കണം. പിന്നെ ദൈവസഭ അതിനാ വെച്ചേക്കുന്നേ, നമ്മൾ കൂടെ പോയി വിശ്വസ്തരായിട്ടിരിക്കുന്നവരോട് പ്രാർത്ഥിക്കണം. നമ്മളെ സഹായിക്കാനായിട്ട് നമ്മൾ അവരോട് ആവശ്യപ്പെടണം. എൻ്റെ കൂടെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ശരിക്കും പല സമയത്തും അങ്ങനെയുള്ളവരിൽ കൃപാവരങ്ങൾ പോലും അവരുപയോഗിച്ചിട്ട് നമ്മുടെ വിഷയത്തിൽ നമുക്ക് വേണ്ട ഗൈഡൻസ് തരാനായിട്ട് ദൈവം, അതങ്ങനെയൊക്കെയാണ് ദൈവസഭയെ മുമ്പോട്ട് നയിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നത്. വറി ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് സൊല്യൂഷൻ ഇല്ല. അവിടെ എങ്ങനെ അതിൽ നിന്ന് വരാമെന്നുള്ളത് ദൈവവചനത്തിൻ്റെ അതിൻ്റെ ബേസിസിൽ നമ്മൾ മുമ്പോട്ട് പോകാനായിട്ട്. ഒരു കാര്യം കൂടെ പറയാം. 35-ാമത്തെ വാക്യം, ലൂക്കോസിൻ്റെ സുവിശേഷം 12:35. നിങ്ങളുടെ അരകെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. യജമാനൻ കല്യാണത്തിന് പോയി വന്നു മുട്ടിയാൽ ഉടനെ വാതിൽ തുറന്നു കൊടുക്കേണ്ടതിന് അവൻ എപ്പോൾ മടങ്ങി വരുമെന്ന് കാത്തു നിൽക്കുന്ന ആളുകളോട് നിങ്ങൾ തുല്യരായിരിക്കും. ഷുഡ് നോട്ട് ബി ലേസി ബട്ട് ബി ഡിലിജന്റ്. മടിയന്മാരായിരിക്കാതെ അധ്വാനികളായിരിക്കണം കർത്താവിൻ്റെ വേലയിൽ, ആത്മീക ജീവിതത്തിൽ. നമ്മളെ മുമ്പിലുള്ള ആ പ്രതിഫലം, നമ്മൾ എന്തിനു വേണ്ടിയാണ് നിൽക്കുന്നതെന്നുള്ളത് നമ്മൾ മറന്നു കളയരുത്. നിത്യജീവൻ എന്ന് പറയുന്ന ഒരു വലിയ സംഭവമാണത്. നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. ഈ സകലത്തിൻ്റെയും ഉടയനായ ദൈവത്തിൻ്റെ മക്കളാണ് ഞാനെന്നുള്ളത്, മകളാണെന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അതിനെപ്പറ്റി വലിയൊരു ഉണർവോടെ, അതിനുവേണ്ടി എന്തും കൊടുക്കാൻ ധൈര്യത്തോടെ, സമർപ്പണത്തോടെ ജീവിക്കാൻ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഉയർത്തെഴുന്നേറ്റ ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. അവൻ ഇന്നും ജീവിക്കുന്നു. പക്ഷെ അതിൻ്റെ കൂടെ പറഞ്ഞു, ഞാൻ പോകുന്നു, ഞാൻ തിരിച്ചു വരും. ഉണർന്ന് ഒരുക്കത്തോടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കൂടെ വരാം. ഞാൻ ആയിരിക്കുന്നിടത്ത് എൻ്റെ കൂടെ എന്നേക്കുമായിരിക്കാം. ഈ പ്രത്യാശയിൽ മുമ്പോട്ട് പോകാനായിട്ട് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇന്ന് കേട്ട ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സന്ദേശം മറ്റു ചിലർ കൂടി ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് അനുഗ്രഹമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ അത് കാരണമായി തീരും. ഗോഡ് ബ്ലെസ് യു.